ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം മനസ്സിന് മുകളിലുള്ള വിജയമാണ്. മനസ്സുമായി ബന്ധപ്പെട്ട വിജയമാണ്. വൈകാരികമായ മാനസിക പ്രശ്നങ്ങളിൽ നിന്നുള്ള വിജയമാണ്. അതുകൊണ്ട് മനസ്സിലേക്ക് ഫോക്കസ് ചെയ്യണം. മനസ്സിലേക്ക് ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ചിന്തകൾ എവിടെ നിന്നാണോ വരുന്നത് അവിടെ നല്ലവണ്ണം ഫോക്കസ് ചെയ്യും. അപ്പോൾ പൊതുവേ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ എന്നാണല്ലോ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് ശാസ്ത്രലോകം വളരെയധികം വികസിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പം പറയുന്നത് എവറി സെൽ ഹാസ് എൻ ബ്രെയിൻ ആണ്. നമ്മുടെ ഹൃദയത്തിൽ, അതായത് ഹാർട്ട് എന്ന് പറയുന്ന ബ്ലഡ് പമ്പിങ്, അവിടെയും ബ്രെയിൻ ഉണ്ടെന്നാണ് പറയുന്നത്. ലങ്സിനും ബ്രെയിൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻ്റലിജൻസ് മനസ്സങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ശരീരം മുഴുവൻ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ സ്ഥലത്ത് മാത്രമേ ബ്രെയിൻ ഉള്ളൂ എന്ന് പഠിപ്പിച്ച ബയോളജി ഇനി മാറ്റി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ബ്രെയിൻ ഈസ് എവ്രിവെയർ. അപ്പം അവിടെയൊക്കെ മനസ്സുണ്ട്. അപ്പോൾ ഒരേ മനസ്സങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്ക് പെട്ടെന്ന് ശ്രദ്ധ പോകുന്നത്, കൊണ്ടുപോകാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഒരു ഭാഗം, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഇത്തിരി പെയിൻ കൂടുതലാണ്, പെട്ടെന്ന് നിങ്ങളുടെ കാലിൽ എന്തെങ്കിലും തട്ടിയ ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ എവറിത്തിങ് ഈസ് കണക്റ്റഡ് ആണ്. പെട്ടെന്ന് കണക്റ്റഡ് ആണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധ വയ്ക്കാറില്ല ഇത്തരം കാര്യങ്ങൾ. ഞാൻ ആദ്യകാലത്തൊക്കെ എനിക്കും ഇക്കാര്യത്തിലൊക്കെ ചില സംശയങ്ങളുണ്ടായിരുന്നു. അതായത് തലയിലാണ് ബ്രെയിനെന്നും അതിലാണ് മനസ്സെന്നും. ഈ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ തലച്ചോറിനെ മാത്രം ആക്കിയിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഉള്ളിൽ ഒരു കാര്യമായൊരു സംശയം ഉണ്ടായിരുന്നു. കാലൊരു മുള്ളിത്തട്ടി. സപ്പോസ് നമുക്ക് നല്ല തലവേദന ഉള്ള സമയം അങ്ങനെ തല അങ്ങനെ പിടിച്ചമർത്തുക, ഭയങ്കര വേദന എന്ന് വയ്ക്കുക. അപ്പം അങ്ങനെ എരിവരി ചില ആളുകൾക്ക് മൈഗ്രെയിനൊക്കെ ഉള്ള ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തല അങ്ങനെ പിടിച്ച് നമുക്ക് പറഞ്ഞമർത്തും. ആ സമയത്ത് കാലിലൊരു മുള്ളു കൊണ്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടി, കാലെവിടെയെങ്കിലും വീട്ടിലാണെങ്കിൽ തട്ടി, ഒരു സ്റ്റൂളിലോ അല്ലെങ്കിൽ ചെയറിലോ മരത്തിൻ്റെ കാര്യമായിട്ടൊരു തട്ട് തട്ടി, ഭയങ്കര പെയിൻ. അപ്പം പണ്ട് കാലത്ത് നമ്മളോട് പറഞ്ഞത് ഈ കാല് താഴെ തട്ടിയപ്പോൾ ഉണ്ടായിരുന്ന സംവേദനം ബ്രെയിനിലെത്തിച്ചപ്പോഴാണ് പെയിൻ അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ കാല് തട്ടിയതിൻ്റെ സംവേദനം അവിടെയാണ് പിടിക്കേണ്ടതേ. ഇവിടെ നിന്ന് ആ വേദന അവിടെ എത്തിക്കുക, ബ്രെയിനിലെത്തിക്കുക. അപ്പം അതൊരു പെയിനായിട്ട് അവിടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു തിരിച്ചറിവ് വേണ്ട, ഇതൊരു പെയിനാണെന്നുള്ളത്. മനസ്സിലായില്ല? മരവിപ്പിച്ച കാലിൽ ഒരു തട്ട് തട്ടിയാൽ വല്ലതും അറിയോ? അപ്പം ആ സംവേദനം അവിടെ അറിയുന്നില്ലല്ലോ. അപ്പം ആ സംവേദനം അവിടെ എന്തോ തൊടുന്നുണ്ട് നമുക്കറിയാം, പക്ഷെ ആ സംവേദനം അറിയുന്നില്ല. അപ്പം ആ സംവേദനം അറിയാത്തതിന് കാരണം അവിടെ മരവിപ്പിച്ചുകൊണ്ടാണ്. അവിടെ മരവിപ്പിച്ചില്ലായിരുന്നെങ്കിൽ സംവേദനം അറിയായിരുന്നു. അപ്പം അവിടെയും ഒരു ബ്രെയിൻ ഇല്ലേ, അവിടെയും ഒരു ചിന്ത ഇല്ലേ. കാല് തട്ടുമ്പോൾ ഒരു സ്പോട്ടിലാണ് നമുക്ക് ആ വേദന അനുഭവപ്പെടുന്നത്. ആ വേദന പെട്ടെന്ന് തിരിച്ചറിയാണ്. അപ്പം അവിടെ ആ വേദന നമ്മുടെ ഉള്ളിൽ തലച്ചോറിലേക്ക് എത്തിക്കുമ്പോൾ അവിടെയും ഒരു മനസ്സുണ്ടാവില്ലേ? അല്ലെങ്കിൽ ഈ വേദന എങ്ങനെയാണ് അവിടെ എത്തുക? ഈ വേദനയാണെന്നുള്ളത് എങ്ങനെയാണ് അവിടെ എത്തിക്കുന്നത്? മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങൾ എന്താ പറയുക, കൈ ചൂടുള്ള വല്ലതിലും വെക്കുമ്പോൾ ആ ചൂട് തൊട്ടുമ്പോഴേക്കും നമുക്കവിടെ ചൂടാണ് തട്ടിയതെന്നുള്ളൊരു അറിവിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം അത് ചൂടാണ് എന്നൊരറിവ് ബ്രെയിനിലേക്ക് എത്തിക്കണമെങ്കിൽ ഇത് ചൂടാണെന്നറിയാനുള്ള ഒരു ബ്രെയിൻ നമ്മുടെ കൈവിരലിൻ്റെ അറ്റത്തുണ്ടാവില്ലേ? ഒരുപക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കാം. കാരണം നമ്മളെ സംബന്ധിച്ച് പഠിച്ച് പാടിയത് തലച്ചോറിൻ്റെ അകത്താണ് ബ്രെയിൻ എന്നുള്ളതാണ്. ഇപ്പോഴാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ശരീരത്തിൽ എല്ലാ സെൽസിലും ബ്രെയിനുണ്ട്. അതായത് മനസ്സങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്, മനസ്സ് പടർന്ന് കിടക്കുകയാണ്. മനസ്സിന് പ്രത്യേകിച്ച് ഷേപ്പില്ല, രൂപമില്ല. ആ മനസ്സിലാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടെത്തുന്നത്. ഒന്ന് ഇമോഷണലാണ്, അതിൽ നിന്ന് കരകയറാനുള്ളതാണ് ഡിവോഷൻ. അപ്പോൾ ഒരു വശത്ത് മനസ്സ് വൈകാരികമാണ്, വേറൊരു വശത്ത് മനസ്സ് ബുദ്ധിപരമാണ്. ഈ ബുദ്ധിയും വൈകാരികമായ മനസ്സും ഇമോഷണൽ മനസ്സും ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ വൈകാരിക മനസ്സാണ് സുഖം തന്ന് ദുഃഖത്തിലേക്ക് എത്തിക്കുന്നത്. അറിയുന്നില്ല അത് സുഖമാണോ ദുഃഖമാണോ, അവസാനം എന്താണെന്നറിയില്ല.
അവസാനം എവിടെ എത്തുന്നറിയില്ല. എടുത്ത് ചാട്ടത്തിൽ നമ്മൾ സുഖമാണെന്ന് കരുതി പിന്നെയാണ് മനസ്സിലാക്കുന്നത് ദുഃഖമായിരുന്നു. പുഴകളിലും കടലുകളിലൊക്കെ ചാടി ഇറങ്ങി കുളിച്ച് രസിക്കുന്ന ചെറുപ്പക്കാർക്ക് അറിയുന്നില്ല ചുഴികളിലേക്കുള്ള യാത്രയാണ്. അവസാനം അവൻ്റെ കൈയും കാലും പിടുത്തം വിട്ടുകൊണ്ട് വെള്ളത്തിലേക്ക് അങ്ങനെ കടലെടുത്ത് കൊണ്ടുപോകുമ്പോൾ അവനറിയുന്നുണ്ടോ, വെള്ളം കുടിച്ച് ചീർത്ത് വീർത്ത ഒരു ശവശരീരമായിട്ടാണ് അവൻ കരയിലേക്ക് കയറുന്നത്. അറിയുന്നില്ല. കാരണം ആവേശം ഒരു സുഖം തരുന്നു, പ്രേമം ഒരു സുഖം തരുന്നു. പിന്നെയാണ് മനസ്സിലാക്കുന്നത് പ്രേമം ദുരന്തമായിരുന്നു. അപ്പം ആദ്യം ആ ദുരന്തത്തിൻ്റെ ഭാഗം നമ്മൾ കാണുന്നില്ല, അത് കാണാൻ ശ്രമിക്കുന്നുമില്ല. ചിലപ്പോൾ ചില ഇൻറ്റ്യൂഷനൊക്കെ ചിലർക്ക് കിട്ടുമായിരിക്കാം, അതുകൊണ്ട് ചിലർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമായിരിക്കാം. അല്ലെങ്കിൽ നാമൊക്കെ സീതാദേവിയെ പോലെ എവിടെ നിന്നോ ആ ലക്ഷ്മണ സീതയെന്ന് കേട്ടപ്പോഴേക്കത് രാമൻ്റെ കരച്ചിലായിട്ട് ആ സീതയ്ക്ക് തോന്നി. കുറച്ച് വർഷമായിട്ട് ഒരുമിച്ച് കിടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ അലർച്ചയിലെങ്കിലും മനസ്സിലാവില്ല ഇത് രാമൻ്റെ ആണോ അല്ലേ എന്നുള്ളത്. പിന്നെ അതിനൊരു ഇത് പറയാനുള്ളത്, അത് മാരീചൻ രാമശബ്ദം പോലെ അങ്ങോട്ട് അനുകരിച്ചപ്പോൾ അപ്പോൾ ഓക്കെ. കാരണം മിമിക്രി ആർട്ടിസ്റ്റൊക്കെ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ തിരിച്ചറിയാൻ പാടായിരിക്കാം. മാരീചൻ അങ്ങനെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരിക്കാം. അതുകൊണ്ട് ഹാ സീതേ എന്ന് രാമൻ വിളിക്കുന്ന പോലെ ഒരു വിളി വിളിച്ചപ്പോൾ സീത വിചാരിച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഒറിജിനൽ രാമൻ തന്നെയാണ്. പക്ഷേ ലക്ഷ്മണന് തിരിച്ചറിവൊന്നും, ലക്ഷ്മണൻ പറഞ്ഞു രാമൻ അങ്ങനെ വിളിക്കുന്ന പ്രശ്നമില്ല. ലക്ഷ്മണന് ഉറപ്പായിരുന്നു സീതേന്നൊക്കെ അങ്ങനെ കൊഞ്ചി രാമൻ വിളിച്ചുള്ള ചരിത്രമില്ല. അത് ചിലരുടെ വിളിയിൽ തന്നെ മനസ്സിലാക്കാമല്ലോ അവരെന്നെയാണോ എന്നുള്ളത്, ചാടിക്കയറി പുറപ്പെടുന്നതിന് മുമ്പ്. അപ്പോൾ ഇവിടെ സീത ആ ഒരു തീരുമാനത്തിലെത്തി. ലക്ഷ്മണൻ പറഞ്ഞു ഒരിക്കലും എൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെ വിളിക്കില്ല എന്ന്. അത് സീത അംഗീകരിച്ചില്ല. പിന്നെ ലക്ഷ്മണനെ സീത കുറേ വിളിച്ചു, രാമൻ വിളിച്ചതിനേക്കാൾ ശക്തിയിൽ. രാമൻ സീതയെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഒരു എന്താണ് ദയനീയതയിലാണ് വിളിച്ചതെങ്കിൽ സീത കൊടുത്തത് നല്ല ഡോസിലാണ്. ലക്ഷ്മണന് പിന്നെ തോന്നി അവിടെ നിൽക്കണ്ടില്ലായിരുന്നു എന്ന്. ഇനിയിപ്പോൾ രാമൻ അപകടം പറ്റിയില്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോകുന്നതിനെ പറ്റുള്ളൂ വെച്ചിട്ട് ലക്ഷ്മണൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. സീത ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് അപകടത്തിലേക്കുള്ള യാത്രയാണ്. ലക്ഷ്മണൻ പോയതോടുകൂടി രാവണൻ കടന്നു വരുന്നു. രാവണൻ പറയുന്നു ഹോ എന്തൊരു സൗന്ദര്യധാമമാണത് എന്നൊക്കെ പറഞ്ഞ് പൊക്കിയപ്പോഴേക്ക് സീതാദേവി അങ്ങോട്ട് വീണുപോയി രാവണൻ്റെ അടുത്ത്. പിന്നെ രാവണൻ കൊണ്ടുപോകല്ലേ വളരെ സുഖമായിട്ട്. ഇതാണ് ഇമോഷണൽ മൈൻഡ്. അതാദ്യം എടുത്തു ചാടുമ്പോൾ, അതാദ്യം അങ്ങോട്ട് ഓരോന്നിലേക്കും ചരിഞ്ഞു പോകുമ്പോൾ, ചാഞ്ഞ് കിടക്കുമ്പോൾ അറിയുന്നില്ല പിന്നീട് അതൊരു ദുരന്തത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമോഷനെ പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇമോഷൻ സ്വാഭാവികമായിട്ടും വരും. കല്യാണം കഴിച്ചും ഭാര്യ ഭർത്താക്കന്മാരായ ഒരു ഇമോഷണൽ ബന്ധം വരും, മക്കളായാൽ ഇമോഷണൽ ബന്ധം വരും. ആ ഇമോഷണൽ ബന്ധം നമ്മളെ അങ്ങനെ പതുക്കെ 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 കുരുക്കി ഒരു ബന്ധനത്തിലാക്കുകയാണ് നമ്മൾ അറിയുകയില്ല. വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഈച്ചകൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന പോലെയാണ്. ഈച്ച മരുന്ന് കൊടുക്കുമ്പോൾ അത് മധുരമാണെന്ന് കരുതി എങ്ങനെ വന്നിരിക്കും, പക്ഷെ അത് വിഷമാണ് കഴിക്കുന്നതെന്ന് അറിയുന്നില്ല. പിന്നെ അത് പടഞ്ഞു വീണ് മരിക്കുന്നത് നമ്മൾ കാണും. ഈയാമ്പാറ്റയ്ക്ക് അറിയുന്നില്ല വെളിച്ചത്തിൻ്റെ കൂടെ കടുത്ത ചൂടുണ്ടാകുന്നു. ആ വെളിച്ചത്തിൻ്റെ തീവ്രതയിൽ നൃത്തമാടാൻ ഓടി വരികയാണ്. പക്ഷെ തീക്ഷ്ണമായ തീവ്രമായ ചൂട് തട്ടി അതിൻ്റെ ചിറകുകൾ കരിഞ്ഞ് അതങ്ങനെ താഴെ വീഴുമ്പോൾ ഒരു കൂട്ടം ഉറുമ്പുകൾ അതിനെ കാർന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോകും. അറിഞ്ഞില്ലേ അത്? ഇതുപോലെയാണ് മനസ്സ്. അപ്പം അതുകൊണ്ട് വൈകാരിക മനസ്സ് എവിടെ കൊണ്ടെത്തിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം വികാരം വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വികാരമുണ്ട്. അപ്പം പിന്നെ എന്താ ചെയ്യാനുള്ളത്? നാളെ ഈ മനസ്സൊരു പടുക്കുഴിയിൽ നമ്മളെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൽ നിന്നും കരകയറാനുള്ള ഒരു മാർഗം തിരഞ്ഞെടുത്ത് അതിനെ പരിപോഷിപ്പിച്ച് പരിശീലിപ്പിച്ച് വളർത്തിയെടുത്താൽ ഈ കുഴികളിൽ വീഴുന്നതിൻ്റെ തീവ്രത കുറയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് എപ്പോഴും ഓർമ്മ വേണം, ഒരു കുഴിയിൽ വീണ് കഴിഞ്ഞാൽ കയറാനൊരു ഏണിയോ കോടിയോ വേണ്ടേ? ഒരു ദുഃഖത്തിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ അതിനുള്ളൊരു മാർഗം വേണ്ടേ? അപ്പം അതിനാണ് നമ്മളോട് കൃത്യനിഷ്ഠമായ ചില അനുഷ്ഠാനങ്ങൾ ശീലിക്കാൻ പറയുന്നത്.
അപ്പം അതുകൊണ്ട് ഗീത പഠിച്ചു ജീവിതം തളരില്ല. ഇവിടെ നമ്മൾ 5-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം നമുക്ക്. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. ആത്മശുദ്ധിക്ക് വേണ്ടി യോഗിന കർമ്മ കുർവന്തി, യോഗികൾ കർമ്മം ചെയ്യും. ഇപ്പം യോഗി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കണം, മനസ്സെന്ന് പറയുന്ന ശക്തിയെ അത് നാം വികസിപ്പിച്ചെടുത്തില്ല എങ്കിൽ അത് ദുർബലമാക്കി നമ്മളെ തളർത്തും. കഠോപനിഷത്തിലെ വരികൾ പല പ്രാവശ്യം നമ്മൾ ഓർമ്മിച്ചതാണ്. എങ്കിലും പറയാണ് ശ്രേയശ്ച പ്രേയശ്ച. ശ്രേയസ്സെന്നും പ്രേയസ്സെന്നും 2 മാർഗങ്ങളാണ്. അപ്പോൾ ഈ പ്രേയസിൻ്റെ മാർഗം അങ്ങനെ പൊയ്ക്കോട്ടെ, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ശ്രേയോ മാർഗത്തെ ധീരോ വൃണീതേ, ധീരന്മാരെ വളർത്തിയെടുക്കണം. അപ്പം ശ്രേയസിൻ്റെ മാർഗം നമ്മൾ നിരന്തരം വളർത്തിയെടുത്താൽ മാത്രമേ പ്രേയസിൻ്റെ മാർഗത്തിലുണ്ടാകുന്ന വിഘ്നങ്ങളെ, ദുരിതങ്ങളെ, ദുഃഖങ്ങളെ മറികടക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ യാത്ര പോകുമ്പോൾ രാത്രിയാണ് തിരിച്ചു വരിക എന്നെങ്കിൽ ടോർച്ച് കരുതില്ലേ? നമ്മൾ യാത്ര പോകുന്ന സമയത്ത് മഴക്കാലമാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ മഴ ഉണ്ടാകുമെന്ന് കരുതി കുട കരുതില്ലേ? ഇതുപോലൊരു കരുതൽ ഉള്ളിലുണ്ടാവണം. ആ കരുതലാണ് ബുദ്ധി ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെ ചില അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. അപ്പം അതിൽ പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെയാണ്? കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി. കായേന ശരീരം കൊണ്ടും, മനസാ മനസ്സുകൊണ്ടും, ബുദ്ധ്യാ ബുദ്ധി കൊണ്ടും, ഇന്ദ്രിയൈരപി ഇന്ദ്രിയങ്ങളെ കൊണ്ടും. അപ്പം എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് അതിൽ മുഴുകണം. അതായത് പകുതി മനസ്സോടുകൂടി ശരീരത്തിന് ഒരു അവസ്ഥയും, ശരീരത്തിന് വളരെ ഒരു എന്താ പറയുക, ഓവറായിട്ടുള്ള ഒരു സുഖ സൗകര്യങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ജോലി ചെയ്യണമെങ്കിൽ ശരീരത്തിന് ഊർജ്ജം നിലനിർത്തണം, മനസ്സിനുന്മേഷം നിലനിർത്തണം, ഇന്ദ്രിയങ്ങൾക്ക് ആവേശമുണ്ടാവണം. അപ്പം ആ തരത്തിൽ ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഊർജവും ഉത്സാഹവും ഓജസ്സും കൊടുത്തുകൊണ്ട് കർമ്മങ്ങളിൽ മുഴുകുമ്പോൾ, അത് ഇന്ന കർമ്മമെന്നില്ല, എല്ലാ കർമ്മത്തിലും നമ്മളങ്ങനെ മുഴുകിച്ചേരുമ്പോൾ, അലിഞ്ഞു ചേരുമ്പോൾ ആത്മശുദ്ധീകരണം സംഭവിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളുപരി എങ്ങനെ അത് ചെയ്യുന്നു, എത്രമാത്രം അതിൽ മുഴുകുന്നു. നിങ്ങൾ 360 ദിവസം ശബരിമല പോയാലും അല്ലെങ്കിൽ ഗുരുവായൂരിൽ പോയാലും, മാസത്തിലൊരിക്കൽ ഗുരുവായൂരിൽ പോയാലും, ചിലരുണ്ട് 30-ാം തീയതി പോയിട്ട് 1-ാം തീയതി വരും. അപ്പോൾ 2 മാസം കണക്കായല്ലോ. എന്തോ അവർക്ക് 3 മാസം ഒപ്പിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഒറ്റ മാസം കൊണ്ട് പോയിട്ട് 2 മാസത്തെ കണക്ക് കൊടുത്തിട്ട് കൃഷ്ണനോട് തീർത്ത് വരിക. 31-ന് അവിടെ പോവും, 31-ാം തീയതി അപ്പോൾ 1 മാസം പോയി, 1-ാം തീയതി രാവിലെ തൊഴുത് പോരും. അപ്പം എന്താ അതിങ്ങനെ പോയത്? 2 മാസത്തേക്കുള്ള തൊഴുതൽ ഒറ്റ. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, ഈ 3 മാസം കൂടി ചേർത്തിട്ട് എങ്ങനെയാണ് പോകാൻ പറ്റുക? അത് അറിയില്ല. 2 മാസം ഇടാൻ പറ്റുള്ളൂ. 3-ാമത്തെ മാസം കൂടി എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കത് പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ദൈവത്തിനെ ബോധിപ്പിക്കാൻ കണക്കല്ല. ചിലരതാണ്, ഞാൻ എത്ര കാലമായി കൃഷ്ണ നിന്നെ ഭജിക്കാൻ തുടങ്ങിയിട്ട്, എത്ര പാൽപ്പായസം കഴിപ്പിച്ചു, എത്ര എന്താ പറയുക, ഓരോ പുഷ്പാഞ്ജലി ചെയ്തു, കണക്കുകളൊക്കെ പറയും. എന്നിട്ട് എൻ്റെ മകനോട് ഇങ്ങനെ കാണിച്ചല്ലോ. മകനോട് കാണിച്ച മകൻ്റെ കയ്യിലിരിപ്പോൾ ശരിയല്ലാത്തതുകൊണ്ടാണ്. ഗുരുവായൂർ അമ്പലത്തിൽ പോയി കല്യാണം കഴിപ്പിക്കും, എന്നിട്ട് ഗുരുവായൂരപ്പൻ രക്ഷിക്കുന്നു വിചാരിക്കുന്നു നിങ്ങൾ. ഗുരുവായൂരപ്പൻ ഒരിക്കലും പറഞ്ഞില്ല ഞാൻ നിങ്ങളെ ജീവിതം ശരിയാക്കി തരാമെന്ന്. അങ്ങനെ ഒരു കരാറുകാരനല്ല കൃഷ്ണൻ. ഒരു കോൺട്രാക്റ്റും കൃഷ്ണൻ എടുത്തിട്ടില്ല. നമ്മളോടാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളത്തെ ശരിയാക്കും. അപ്പം കായേന വാചാ മനസാ ബുദ്ധിയ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴല്ലോ മനസ്സിലാക്കണം, ശരീരത്തിൻ്റെ താളം തെറ്റരുത്. അതിന് ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമുക്ക് എക്സസൈസുകളൊക്കെ ആവശ്യമാണ്. വെറുതെ കഴിച്ച് കിടന്ന് അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ മസിലുകൾ മരവിക്കും, കഴിവുകളൊക്കെ നഷ്ടപ്പെടും. അപ്പം ശരീരത്തിന് അനാവശ്യമായ വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ ഊർജമില്ലാതെ പോയി. അതാണ് ഇന്നത്തെ കുട്ടികളൊക്കെ ചെറുപ്പകാലത്തിൽ തന്നെ രാത്രി പാതിരാ സമയം വരെ ഉറക്കൊഴിഞ്ഞ് രാവിലെ 10-11 മണിയൊക്കെ ഉണർന്ന് ശീലിക്കുമ്പോൾ ഒരുവിധം മസിലുകളും അതുപോലെ തന്നെ അവരുടെ മസ്തിഷ്കവും ഒക്കെ ദുർബലമായി. കൃത്യനിഷ്ഠ വേണം. കൃത്യനിഷ്ഠയാണ്
കായേന മനസ്സിൻ്റെ കാര്യത്തിലും കൃത്യനിഷ്ഠമായ ചില അനുഷ്ഠാനങ്ങൾ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല ചെയ്യണം. ഇപ്പം ശാരീരികമായ ചില എക്സസൈസുകൾ, യോഗ, മാനസികമായിട്ടുള്ള ഏകാഗ്രത ഉണ്ടാക്കുന്ന പരിപാടികൾ, ധ്യാനം, ജപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തീരുമാനിച്ചാൽ ആ കാര്യം തീരുന്നത് വരെ അവിടെ തന്നെ മനസ്സിനെ വയ്ക്കുക. ബുദ്ധി തീരുമാനം എടുക്കാൻ പറ്റും. ഞാൻ അരമണിക്കൂർ ജപിക്കുന്നു പറഞ്ഞാൽ അരമണിക്കൂർ ജപിക്കുക. ഓരോ കാര്യത്തിലും ഒരു കൃത്യത വരുത്തുക. ക്ഷേത്രത്തിൽ പോയാൽ ഞാനൊരു 7 തവണ പ്രദക്ഷിണം വയ്ക്കും. ആ 7 തവണ പ്രദക്ഷിണത്തിൻ്റെ ഇടയിൽ ഞാൻ ഇത്രയും മന്ത്രങ്ങൾ ചൊല്ലിയിരിക്കും. വിഷ്ണു സഹസ്രനാമം, ഏതെങ്കിലുമൊക്കെ മന്ത്രം അത് ശരിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഏകാഗ്രമാക്കി കൊണ്ടു നടന്നാൽ മനസ്സിൻ്റെ ശക്തി, മനസ്സിന് പലതിലും മുഴുകാനുള്ള കാര്യം, അതുപോലെ തന്നെ മനസ്സിനെ സംബന്ധിച്ച് ചെയ്യുന്ന കാര്യത്തിലുള്ള കൃതാർത്ഥത, സംതൃപ്തി, അതൊക്കെ കൂടി വരും. ഇപ്പം ജീവിതമാകെ പാഠമറിയണം. എന്തേ വേണ്ടു? ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനം. പരിശ്രമിച്ചൂടെ? എല്ലാവർക്കും പരിശ്രമിക്കും. അപ്പം അതുകൊണ്ട് കൃത്യനിഷ്ഠമായ ഒരു ജീവിത രീതി ഡെവലപ്പ് ചെയ്യാൻ നാം തയ്യാറുണ്ടോ? ജീവിതം മാറ്റം വരുത്താൻ. ആലസ്യത്തെ വിടണം. ആലസ്യം ഇനീഷ്യലി നമുക്ക് വലിയ പ്രശ്നമാണ്. കാരണം ശീലങ്ങളെ മാറ്റിയെടുക്കൽ എളുപ്പമല്ല. ഞാൻ പറഞ്ഞ ഇമോഷണലി നമ്മൾ അത്ര കറപ്റ്റഡാണ്. അപ്പം ആദ്യം നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആശ്രമങ്ങളിൽ പോയിട്ടോ അല്ലെങ്കിൽ ചില കോഴ്സുകളിൽ ചേർന്നിട്ടോ കൃത്യനിഷ്ഠ പാലിച്ചെടുക്കുക. ഒരിക്കൽ കൃത്യനിഷ്ഠ പാലിക്കുന്നതോടൊപ്പം മനസ്സിന് നമ്മൾ ഏകാഗ്രതയുടെ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുക. ജപ ധ്യാനങ്ങൾ പരിശീലിക്കുക. അങ്ങനെ ഒരു ട്രാക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഈ ട്രാക്കിലൂടെ ജീവിതത്തെ കൊണ്ടുപോയാൽ ആത്മശുദ്ധയെ കുറേ കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കോളൂ, മനസ്സിലുള്ള സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കുന്നത് കാണാം. അപ്പം മനസ്സ് ദുർബലമാവുന്നതിന് കാരണം വി ആർ നോട്ട് പ്രാക്ടീസിങ്, പരിശീലിക്കുന്നില്ല. പലരും അതൊക്കെ നിസ്സാരമായിട്ട് എടുക്കുകയാണ്. പിന്നെയാണ് അറിയുന്നത് മനസ്സെളുപ്പമല്ല. പല വിമർശനങ്ങൾ, കുത്തുവാക്കുകൾ, പ്രയാസങ്ങളൊക്കെ കൂടെ വന്ന് ഡിപ്രഷനിൽ കയറിപ്പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. കാരണം മനസ്സിന് ശക്തിയില്ല എന്ന് അവരറിയുന്നില്ല. ആ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ അവരും ചെയ്തിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ജീവിതം ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കില്ല. ജീവിതം ഒരിക്കലും നിങ്ങൾക്ക് നാളെ സുഖം തരാമെന്ന് ഉറപ്പ് തരുന്നില്ല. എന്തു വന്നാലും അതിനെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും മനസ്സിലാക്കാനും വേണ്ടത് സ്വീകരിക്കാനും വേണ്ടാത്ത തള്ളാനും ഒക്കെയായിട്ടുള്ള കഴിവുള്ളൊരു ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തെ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ പരിവർത്തനം സാധ്യമാണ്. ഇതെല്ലാവർക്കും പറ്റും, ഒരാൾക്കും എക്സെപ്ഷൻ ഇല്ല. പക്ഷെ എത്ര പേര് തയ്യാറാണ്? എത്ര പേര് ഇതിന് തയ്യാറാണ്? ജീവിതം മാറ്റിയെടുക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? അവർക്കാണ് ജീവിതമുള്ളത്. അതുകൊണ്ടാണ് കൃഷ്ണൻ അർജുനോട് പറഞ്ഞത്, അർജുന, ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ. ഇഫ് യു ആർ റെഡി ടു ചേഞ്ച്, ഇഫ് യു ആർ റെഡി ടു ട്രാൻസ്ഫോം, there is a way. അതുകൊണ്ടല്ലേ പണ്ടുള്ളവർ പറഞ്ഞത്, where there is a way, there is a where there is a will, there is a way. രാമായണത്തിൽ തമാശയായിട്ട് പറയുന്നതാണ്. രാമനും സീത ഇങ്ങനെ കാട്ടിലൂടെ പോയി ഗംഗയാറ് കടന്ന് പോവാനുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഗംഗ രാമനും ലക്ഷ്മണനും വഴി കൊടുത്തു, സീതയ്ക്ക് കൊടുത്തില്ലയാണ്. കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചവൻ പറയാണ്, രാമൻ്റെ കയ്യുടെയും സീതയുടെ ലക്ഷ്മണൻ്റെ കയ്യിൽ വില്ലുണ്ടായിരുന്നു. വേറെ there is a will, there is a way എന്നാണ്. സീതയുടെ കയ്യിൽ വില്ലില്ല, അതുകൊണ്ട് വഴിയില്ല. അവിടെ ഇതൊക്കെ ഒരു തമാശയായിട്ടേ പറയാൻ പറ്റുള്ളൂ. വില്ലുണ്ടോ, തീരുമാനമുണ്ടോ, മനസ്സുണ്ടോ, മാറ്റങ്ങളുണ്ട്. അപ്പം എല്ലാവർക്കും ആ ധൈര്യം, ശക്തി, കരുത്ത്, ഊർജം ഇതൊക്കെ ആഗ്രഹിച്ചാൽ പോരാ. ഞാൻ ഭയങ്കര ശക്തിയുള്ള ഒരാളാണ്. എവിടെ എന്ത് ശക്തി? ഭാര്യ ഭും എന്ന് പറഞ്ഞപ്പോഴേക്കും ആളെ ശക്തി ഇതാ പോരുന്നു. ഒരാട്ടാട്ടിക്കഴിഞ്ഞാൽ തീർന്നു പലരും ഇങ്ങനെ വീമ്പളക്കും, ഞാൻ അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ കാര്യം കൊണ്ട് അടുക്കുമ്പോൾ ഒന്നിനൊരു ശക്തിയും കഴിവും സാമർഥ്യവും സത്യമില്ല. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, സാധിക്കും. കായേന ശരീരത്തെ നിവർത്തിയിരുത്തി, മനസ്സുകൊണ്ട് പൂർണ്ണമായി ഇൻവോൾവ് ചെയ്ത്, ബുദ്ധി കൊണ്ട് ഓങ്കാരാദി മന്ത്രങ്ങളൊക്കെ ഒന്ന് ശീലിച്ച്, അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് വളരെ ഏകാഗ്രതയോടെ മനസ്സ് മുഴുകി ഉള്ളിലെന്താണ് സംഭവിക്കുന്നതെന്ന് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്താൻ തയ്യാറുണ്ടോ? പരിവർത്തനം ഉണ്ടാക്കാം. ഇത് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, അതുകൊണ്ട് അർജുന, ആരാണോ യോഗിന കർമ്മക്കുറുവന്തി സംഘം തെക്വാത്മശുദ്ധേ, ആരാണോ അവനവൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി അവനവൻ്റെ കർമ്മമേഖലയിൽ പൂർണ്ണ അർപ്പണത്തോടുകൂടി ഏകാഗ്രതയോടുകൂടി ജീവിക്കാൻ തയ്യാറുള്ളത്,
അവർക്ക് ജീവിതം എളുപ്പമാണ്. സത്യത്തിൽ നിങ്ങൾ നോക്കൂ, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ താളത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ താളം തെറ്റിക്കുമ്പോഴാണ് പ്രശ്നം. പ്രകൃതിക്ക് പ്രകൃതിയുടെ താളമുണ്ട്. എല്ലാ താളങ്ങളും മനുഷ്യ ജീവിതത്തിന് അനുകൂലമായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യൻ കാർബൺ എമിഷൻ കൂട്ടിയോ പ്രകൃതിയുടെ താളം തെറ്റി. കൃത്യസമയത്ത് മഴ പെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ചൂട് അസഹനീയമായി. നീരാവിയായിട്ട് സകല കാർമേഘങ്ങളും മുകളിലേക്ക് എത്തിയപ്പോൾ താഴേക്ക് വീഴുന്ന മഴയുടെ തോത് കൂടി. കാലാവസ്ഥ പരിപൂർണമായി വ്യതിയാനം സംഭവിച്ചു. അപ്പം ഇങ്ങനെ മനുഷ്യൻ അവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് താളം തെറ്റിച്ചപ്പോൾ പ്രകൃതി താളം തെറ്റി. ഇനി രണ്ടാമത് കുത്തഴിഞ്ഞ ജീവിതം, എപ്പോൾ വേണമെങ്കിലും എണീക്കാം, എന്ത് വേണമെങ്കിലും കഴിക്കാം. അതുകൊണ്ട് എന്തായി? ആരോഗ്യം തകർന്നു. അപ്പം ആരോഗ്യത്തെ തകർത്ത് പ്രകൃതിയെ തകർത്ത് ഇനി അതും കഴിഞ്ഞോ ഇമോഷണലി ഓവർ ഇമോഷണലായിട്ട് ജീവിച്ച് അങ്ങനെ കുറേ കഴിഞ്ഞാൽ മനസ്സും താളം തെറ്റി. അപ്പം താളം തെറ്റിയ പ്രകൃതി, താളം തെറ്റിയ ശരീരം, ആരോഗ്യം, താളം തെറ്റിയ മനസ്സ്, പിന്നെന്ത് ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇതെല്ലാം താളം തെറ്റും എന്ന് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് താളത്തെ നേരെയാക്കാനുള്ള, താളം തെറ്റാതിരിക്കാനുള്ള, തെറ്റിയാൽ തന്നെ പുറത്ത് കിടക്കാനുള്ള ഒരു ട്രാക്ക് കൂടെ കൊണ്ടുപോകുന്നതല്ല. നമ്മുടെ ഹൈവേ പണിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഹൈവേയിൽ 4 5 കേരളത്തിലൊക്കെ വളരെ കുറവാണ്, 3 ഒക്കെ ട്രാക്കുകളുള്ള ഒരു സിംഗിൾ റൂട്ട്. അപ്പം 4 ഒരു 6 ട്രാക്കുകൾ മെയിൻ റോട്ടിലൂടെ പോകുമ്പോൾ ഒരു സബ് റോഡ് അവർ പണിയും, സർവീസ് റോഡ് എന്ന് പറയും. അപ്പോൾ എപ്പോഴെങ്കിലും സർവീസ് റോഡ് ചെറുതാണ്, പക്ഷേ ഉണ്ടായിരിക്കും പാരലായിട്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു മേജർ പ്രോബ്ലം ഇവിടെ ഹൈവേയിൽ വന്നാൽ, ഈ മെയിൻ റോഡിൽ വന്നാൽ സബ് വേയിലൂടെ നമുക്ക് പുറത്ത് കിടക്കാം. ഇതുപോലെ മനസ്സിലൊരു പ്രോബ്ലം വന്നാൽ പുറത്ത് കിടക്കാനുള്ള സബ് വേ ഉണ്ടാക്കണ്ടേ, ഒരു റൂട്ട് ഉണ്ടാക്കണ്ടേ? ഇതാണ് കൃഷ്ണൻ പറയണത്. അതുകൊണ്ട് കൃത്യനിഷ്ഠ ഉണ്ടാവട്ടെ ജീവിതത്തിൽ. അനുഷ്ഠാനങ്ങൾ അത് കുറേ കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സംശയമായി, ഈ മന്ത്രം തന്നെയാണോ ചൊല്ലേണ്ടത്, ആ മന്ത്രമാണോ ചൊല്ലേണ്ടത്? അങ്ങനെയുള്ളൊരു സംശയം വേണ്ട. ഏത് ചൊല്ലുന്നു എന്നതിനേക്കാൾ ഉപരി അതിലെത്രമാത്രം മനസ്സർപ്പിച്ച്, മനസ്സ് ലയിപ്പിച്ച്, മനസ്സ് മുഴുവിപ്പിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് പറയുന്ന പോലെ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധു. നിർമ്മലമായ ബ്രഹ്മസിന്ധുവിൽ മനസ്സ് നിർലീനമാക്കാൻ പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റും നമുക്ക്. അപ്പം അങ്ങനെ മനസ്സ് വളരെ സ്വസ്ഥമായി ശാന്തമായി അങ്ങനെ ആകുമ്പോഴാണ് അത്തരം ഒരു മാനസികാവസ്ഥ തരുന്ന സുഖത്തിൻ്റെ തോത് നമുക്ക് അനിർവചനീയമായത്. അത് അത്രയും ശക്തമാണ്. കാരണം ദ മോർ വി ഇൻവോൾവ് ഇൻ ടു ദ സ്പിരിച്വൽ ട്രാക്ക്, അതിൽ കിട്ടുന്ന ഒരു ലയത്തിൻ്റെ തീവ്രതയിലുണ്ടല്ലോ, ആ സുഖത്തിന് തത്തുല്യമായൊരു സുഖം ലോകത്തിൽ കിട്ടാനില്ല. കാരണം ഒന്നിനെ ആശ്രയിക്കേണ്ട, ഉള്ളിലുള്ളതാണ്, ഉള്ളിലാണ് അലിഞ്ഞു ചേരുന്നത്. അവിടെ എന്താണ്, പുറത്ത് നോക്കിയിട്ടൊരു സാധനം കണ്ടെത്തി അത് ആസ്വദിച്ച് അതാണ് ജീവിതം തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല, ഉള്ളിലുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സുന്ദരമായ ജീവിതം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കൃഷ്ണൻ ഉറപ്പു തരികയാണ്. വീണ്ടും കുറച്ചുകൂടി ടിപ്സുകൾ കൃഷ്ണൻ തരുന്നുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.